എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിപിൻ വിജയൻ. ഞാനൊരു പെയിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റാണ്. ടെന്നീസ് എൽബോ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര പേര് നിങ്ങളുടെ ഇടയിലുണ്ട്? ഇതിൽ നിങ്ങൾ എത്ര പേര് ടെന്നീസ് എൽബോ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടെന്നീസ് എൽബോ ബാൻഡ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പലരും. പ്രത്യേകിച്ച് കൈമുട്ടിലെ വേദനയ്ക്ക് നമ്മുടെ കൈമുട്ടിനോട് ചേർന്നിട്ട് ഒരു സ്ട്രാപ്പ് പോലെയുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള ടെന്നീസ് എൽബോ ബാൻഡാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടാണോ എന്നുള്ളതിൽ സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ സാധാരണ ദിവസങ്ങളിൽ കാണുന്ന പല പേഷ്യൻസും ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കൈമുട്ടിൻ്റെ നേരെ മുകളിലൂടെയാണ്. അതായത് ഈ ബാൻഡ് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് കൈമുട്ട് മടക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് വളരെ തെറ്റായ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. കൈമുട്ട് മടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അല്ല നമ്മൾ ഈ ബാൻഡ് ഉപയോഗിക്കുന്നത്. കയ്യിൽ വേദന ഉണ്ടാക്കുന്ന ചില മസിലുകളുടെ പ്രവർത്തനത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാൻഡ് യൂസ് ചെയ്യുന്നത്. ബാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബാൻഡിൻ്റെ സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായൊരു ബാൻഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ബാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരു വശത്ത് ചെറുതായിട്ടൊരു ബൾജ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ബൾജാണ് നമുക്ക് ഈ ബാൻഡിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. നിങ്ങളിത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിക്കുക. നമ്മൾ കൈ മടക്കി നിവർത്തുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മസിലുകളിലാണ് സാധാരണഗതിയിൽ ടെന്നീസ് എൽബോ എന്നുള്ള അസുഖത്തിൽ സ്ട്രെയിൻ വരാറുള്ളത്. ഈ മസിലുകളും എല്ലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടെന്നീസ് എൽബോ ബാൻഡിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയുന്ന രീതിയിലാണ് നിങ്ങളിത് ധരിക്കേണ്ടത്. നിങ്ങൾ കൈ നിവർത്തി പിടിക്കുന്നു. നമ്മുടെ കൈയുടെ ഈ വശത്തായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഈ വശത്തായിട്ട് നമുക്കൊരു ഒരു ബോൺ നമുക്ക് പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. കൈ നിവർത്തി പിടിക്കുന്നു. ഈ ബോണിൻ്റെ ഏകദേശം ഒരു 2-3 വിരൽ വീതിയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് വിരൽ വെച്ച് അളക്കുക. ഈ 3 വിരലുകൾ കഴിഞ്ഞിട്ട് വരുന്ന ഏരിയയിലായിരിക്കണം നിങ്ങൾ ഈ ബാൻഡ് യൂസ് ചെയ്യേണ്ടത്. ഇതൊരു കാരണവശാലും നമ്മുടെ എൽബോയുടെ മുകളിലൂടെ കെട്ടാനുള്ളൊരു സാധനമല്ല. കാരണം ടെന്നീസ് എൽബോ ബാൻഡ് മുഴുവനായിട്ട് കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല നിങ്ങളുടെ കൈമുട്ട് മടക്കാനും നിവർത്താനുമായിട്ട് സാധിക്കണം. അതാണ് കറക്റ്റായിട്ടുള്ള രീതി. അല്ലാതെ നിങ്ങൾ കൈമുട്ട് മടക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയാണ്. കുറച്ചുകൂടി താഴേക്ക് ഇറക്കിയിട്ട് വേണം ഇത് കെട്ടാനായിട്ട്. കൃത്യമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ എല്ലിൻ്റെ താഴെ വരുന്ന ഈ ഭാഗത്താണ് നമ്മുടെ ഈ ബാൻഡിനകത്ത് ആ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം കൃത്യമായിട്ടും വരേണ്ടത്. ആ ബൾജ് ചെയ്യുന്ന ഭാഗം അവിടെ വന്നുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരുവിധം ടൈറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഈ ബാൻഡ് യൂസ് ചെയ്യുക. ഇതൊരു കാരണവശാലും സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ടെന്നീസ് എൽബോയുടെ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് ഈ ബാൻഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടും വളരെ വെയിറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക തന്നെ വേണം. എങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഭാരമെടുത്ത് പൊക്കുന്ന ജോലികൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ടെന്നീസ് എൽബോ ബാൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം. ഇതിൻ്റെ കൂടെ തന്നെ മരുന്നുകളും ചെറിയ വ്യായാമങ്ങളും കൂടി ചെയ്താൽ മാത്രമേ ടെന്നീസ് എൽബോയുടെ വേദനകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ടും കുറയാത്ത വേദനകൾക്ക് നമുക്ക് ചില ഇഞ്ചക്ഷൻസുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതിലും ശരിയാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾക്ക് ചില സർജറികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സർജറികൾ ആവശ്യം വരാറുള്ളൂ. ടെന്നീസ് എൽബോ ബാൻഡിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയിൽ നിന്ന് ആശ്വാസം തരികയുള്ളൂ. കൃത്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ തന്നെ ടെന്നീസ് എൽബോ ബാൻഡ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ടെന്നീസ് എൽബോ ബാൻഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേദന കുറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ടെന്നീസ് എൽബോ ബാൻഡിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.